ഓം ശ്രീ ഗുരുഭ്യോ നമ. SMECT-KP അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2026 ജനുവരി മാസം 1-ാം തീയതി, അതായത് 1201 ആണ്ട് ധനുമാസം 17-ാം തീയതി വ്യാഴാഴ്ച രോഹിണി നക്ഷത്രത്തിൽ ആരംഭിക്കുന്നു. ജനുവരി മാസത്തിലെ ഗ്രഹസ്ഥിതി ഒന്ന് പരിശോധിച്ച ശേഷം ഫലങ്ങളിലേക്ക് കടക്കാം. മിഥുനത്തിൽ വ്യാഴവും ചിങ്ങത്തിൽ കേതുവും, ധനുവിൽ സൂര്യനും കുജനും ബുധനും ശുക്രനും, കുംഭത്തിൽ സർപ്പിയും മീനത്തിൽ ശനിയുമാണ്. ജനുവരി 13-ാം തീയതി ശുക്രൻ ധനുരാശിയിൽ നിന്ന് മകരൻ രാശിയിലേക്കും, ജനുവരി 14-ന് സൂര്യനും, അതുപോലെ ജനുവരി 16-ന് കുജനും, ജനുവരി 17-ന് ബുധനും ധനുരാശിയിൽ നിന്ന് മകരൻ രാശിയിലേക്ക് സംക്രമിക്കപ്പെടും. ഈ ഗ്രഹസ്ഥിതികളും മാറ്റങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള 2.25 നക്ഷത്രക്കാർക്ക് ജനുവരി മാസം ഉണ്ടാകാൻ പോകുന്ന ഫലങ്ങൾ വിശദീകരിച്ച് പറയാം. മേടൻ രാശിയിലുള്ള അശ്വതി, ഭരണി, കാർത്തികയുടെ 1-ാം ഭാഗം എന്നീ നക്ഷത്രക്കാർക്കും, അതേപോലെ മേട ലഗ്നത്തിൽ ജനിച്ചിട്ടുള്ളവർക്കും, പിന്നെ കേതുദശ, ശുക്രദശ, സൂര്യൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ജനുവരി മാസത്തിൽ വിവിധ മാർഗങ്ങളിൽ കൂടി ധനാഗമം വന്നു ചേരും. അതേപോലെ വിവിധ മേഖലകളിൽ സ്ഥാനമാനങ്ങളുമൊക്കെ ലഭിക്കും. ശത്രുശല്യം കുറയാനും ഇടയുണ്ട്. വളരെയധികം ഈശ്വരാനുഗ്രഹമുള്ള ഒരു മാസമാണ്. അധികാര പദവികളും സ്ഥാനമാനങ്ങളുമൊക്കെ വന്നു ചേരും. നിർവഹണ ശേഷിയൊക്കെ വർദ്ധിക്കും. കർമ്മപരമായ പലവിധ ഉയർച്ചകളും ഉണ്ടാകും. പുതിയ പരിശ്രമങ്ങളിലൊക്കെ വിജയമുണ്ടാകും. മനസ്സിന് ഉന്മേഷവും ഉണർവും സന്തോഷവും ഒക്കെ ഉണ്ടാകുന്നൊരു മാസമാണ്. കുടുംബത്തിൽ മനസ്സമാധാനം വർദ്ധിക്കും. ഉയർന്ന പദവിയിലുള്ളവർ മൂലം അംഗീകാരമൊക്കെ ലഭിക്കും. നേതൃത്വം വഹിക്കുവാനുള്ള കഴിവൊക്കെ വർദ്ധിക്കും. എല്ലാ കാര്യങ്ങളും ഈശ്വരാനുഗ്രഹത്താൽ വന്നുചേരും. ബന്ധുവിൻ്റെ സമാഗമം ഉണ്ടാകും. പുതിയതായി തൊഴിൽ അന്വേഷിക്കുന്നവർക്കൊക്കെ തൊഴിൽ ലഭിക്കും. ആഗ്രഹങ്ങളൊക്കെ സഫലമാകും. വിവാഹാലോചനയുമായൊക്കെ മുന്നോട്ട് പോകുന്നവർക്ക് അനുയോജ്യമായ ബന്ധമൊക്കെ വന്നു ചേരും. ദൂരദേശ യാത്രകൾ വേണ്ടതായിട്ടൊക്കെ വരും. യാത്രകൾ കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാകും. വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് വിദേശയാത്രയൊക്കെ തരപ്പെടും. ധനധാന്യാദി വസ്ത്ര ലാഭങ്ങളൊക്കെ തന്നെ ഉണ്ടാകും. ഇഷ്ടഭക്ഷണം ലഭ്യമാകും. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ വരവിനേക്കാൾ കൂടുതൽ ചെലവുകൾ ഉണ്ടാകും. മാസമധ്യത്തിന് ശേഷം ധനപരമായ പല നേട്ടങ്ങളും സ്ഥാനമാനങ്ങളും ലഭ്യമാകും. കോടതിയിൽ വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ചില തടസ്സങ്ങൾ ഉണ്ടായേക്കാം. ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉദ്യോഗാർത്ഥികൾക്ക് സ്ഥാനക്കയറ്റവും സ്ഥലം മാറ്റവും ശമ്പള വർധനവും പേരും പ്രശസ്തിയും ഒക്കെ തന്നെ ഉണ്ടാകും. ജോലിയൊക്കെ മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് മാസമധ്യത്തിന് ശേഷം അനുകൂലമാണ്. മാസമധ്യത്തിന് ശേഷം പല കാര്യങ്ങളിലും തൃപ്തിക്കുറവ് ഉണ്ടാകാനിടയുണ്ട്. സന്താനങ്ങൾ മൂലം മനപ്രയാസം ഉണ്ടാകാനിടയുണ്ട്. സന്താനങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുകൂലമല്ല. ഈ മാസം ആരോഗ്യപരമായി ഈ രാശിക്കാർക്ക് മധ്യമമായിട്ടാണ് കാണുന്നത്. പൊതുവേ ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് സാമാന്യം നല്ല ഫലങ്ങൾ തന്നെ അനുഭവിക്കാൻ കഴിയും. ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ്. അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ഫലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.